ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നോമ്പിന് വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നമ്മളെല്ലാവരും ഓരോ വീടുകളിലും ഇങ്ങനെ നോമ്പിന് വേണ്ടിയുള്ള ഓരോ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് നനച്ച് കുളിപ്പണി അല്ലെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന പരിപാടികളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലുള്ളൊരു എൻ്റേതായുള്ളൊരു ക്ലീനിങ് ആണ്. ഇപ്പോൾ സാധാ എല്ലാ ഞായറാഴ്ചയും അങ്ങനത്തെ ഒരു എക്സ്ട്രാ ക്ലീനിങ് ആണെങ്കിലും അതിനേക്കാൾ നമ്മൾ കയ്യെത്താത്ത കുറേ ഭാഗങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീട് വൃത്തിയാക്കാറുണ്ട്. അതേപോലെ നമ്മളെ ജീവിതത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നൊരു വലിയൊരു അതിഥിയാണ് റമദാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങൾ ചെയ്യും. പിന്നെ വേറൊരു ജീവിതം തന്നെ ആയിരിക്കും. പള്ളിയിൽ പോകുന്ന, തറാവി നിസ്കാരം, പിന്നെ നോമ്പെടുക്കുന്ന, നോമ്പ് തുറക്കുന്ന സന്തോഷം, അങ്ങനെ ഭയങ്കര രസമുള്ളൊരു കാലമാണല്ലേ. ചെറുപ്പത്തിലൊക്കെ എനിക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു. ഒരു മടിയായിരുന്നു നോമ്പെടുക്കാനായാലും. നോമ്പായ വീട്ടിലെല്ലാവരും ഒരു വേറൊരു ഉപയോഗിക്കും. പക്ഷെ വലുതായപ്പോഴാണ് ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ജീവിക്കുമ്പോഴാണത് ഭയങ്കര രസമുള്ളൊരു സമയമായി മാറുന്നത്. പക്ഷെ നമ്മളിങ്ങനെ നോമ്പിന് ഒരുങ്ങുന്ന സമയത്ത് വീടൊക്കെ അങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, മനസ്സൊന്നും വൃത്തിയാവാതെ വീട് കുറേ വൃത്തിയാക്കിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന്. അപ്പം നമ്മൾ മാക്സിമം എന്നോടെന്ന പോലെ ഞങ്ങൾ എല്ലാവരോടും പറയണം, നമ്മളെ മനസ്സ് ആദ്യം ക്ലീൻ ചെയ്യുക. ഇനി റമദാനിൽ നമുക്ക് ആ നോമ്പിൻ്റെ ആ പുണ്യം കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും ക്ലീൻ ആയിരിക്കണം. അല്ലേ? അപ്പോൾ പൊരുത്തപ്പെടാനുള്ളതൊക്കെ അങ്ങനെ ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞാനെൻ്റെ ക്ലീനിങ് ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഞാൻ ഒരുപാട് പാത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളല്ല. കുറച്ച് മതി ആവശ്യത്തിനുള്ളത്. അപ്പോൾ അത് എപ്പോഴും എടുക്കുന്നതാണ്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ തറവാട്ടിലൊക്കെ നോമ്പിന് കഴുകാൻ വേണ്ടി മാത്രം എടുക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ടാവും. അപ്പോൾ എനിക്കതിലൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്നും കൂടി ചിട്ടപ്പെടുത്തി വെക്കാന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നോമ്പിനേക്ക് വേണ്ട പൊടികൾ, കാര്യങ്ങൾ, അപ്പോൾ ആ സമയത്ത് നമുക്ക് നോമ്പിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇബാദത്തിന് മാത്രമായിട്ട് കുറേ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ്, എനിക്കിങ്ങനെ പൊടികളൊക്കെ നമ്മളെ ഉമ്മയും ഉപ്പയും ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ ഉള്ള കാലത്തോളം ഞാനത് നോക്കേണ്ട കാര്യമില്ല. അവരൊക്കെ ഇങ്ങനെ തന്നിട്ടുള്ള പൊടികളൊക്കെ തന്നെയാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി ബോക്സില്ലേ, ടൊമാറ്റോ ബോക്സ്, അതിങ്ങനെ കിട്ടിയപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു പലക, ഒരു റാക്ക് പോലെ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ DIY ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നോമ്പിന് വേണ്ടി മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ ഒരുങ്ങുക. ഓക്കെ, എല്ലാവർക്കും റമദാൻ്റെ ആ ഒരു പുണ്യം കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.